ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ അടിപൊളി കിടുക്കാശി ഒരു ഡൈയുമായിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ വിഷുവിന് മുന്നേ ഡൈയൊക്കെ തേച്ച് സെറ്റായതാണ്. ഇനി ഇതേ ഈസ്റ്റർ വരികയാണ്. നമുക്ക് മുടിയൊക്കെ ഒന്ന് കറപ്പിക്കണ്ടേ, അടിപൊളിയായിട്ടൊന്ന് കറപ്പിച്ചൊക്കെ വയ്ക്കാം. ഈസ്റ്ററിനൊന്ന് അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ച് കാണുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഈസ്റ്ററിന് വരുന്നു. അപ്പോൾ ഈസ്റ്ററിന് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റില്ല. അടിപൊളി കിടുക്കാശി ഡൈയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. 4-5 കൂട്ട സംഭവങ്ങൾ മാത്രം മതി. കടുംചായ ഒന്നും വേണ്ട നമ്മുടെ ഈ ഒരു ഡൈ തയ്യാറാക്കുന്നതിന്. ഏത് തരം നാച്ചുറൽ ഡൈ ആണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ മുടിക്ക് നല്ല വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. നര വരുന്നത് വരെ, വെള്ള നര വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ട, തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു മാറ്റം കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഡൈ തയ്യാറാക്കിയ വിധം ഞാൻ തയ്യാറാക്കി കൊണ്ടുവച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി കൊണ്ടുവച്ചേക്കുകയാണ്. സംഭവം ഒരു 3-4 മണിക്കൂറായി. ഒരു 3 മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇതിപ്പോൾ 4-5 മണിക്കൂറായി. ഇത് സെറ്റാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ഇട്ട് കറപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 3 മണിക്കൂർ നിന്ന് കഴിഞ്ഞതിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമുക്ക് നിന്നാലേ നമുക്ക് മുടിക്ക് നല്ലൊരു മാറ്റം കിട്ടത്തുള്ളൂ. ഇതേ അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത് സൂപ്പ് എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടിട്ട് വരാം. എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിൽ നമ്മൾ ചേർത്ത് വയ്ക്കുന്നതെന്നും കണ്ടിട്ട് വരാം കേട്ടോ. പോയിട്ട് ഓടി വരണേ. സൂപ്പ് നിങ്ങളെയും കാത്ത് ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് ഇടണ്ടേ? ഓടി വരണേ. അപ്പോൾ നമുക്ക് ഡൈയൊക്കെ ഉണ്ടാക്കാം. നമുക്ക് 3-5 കൂട്ട സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാൻ. കാപ്പിപ്പൊടി വേണം, ഹെന്ന പൗഡർ വേണം, വെളിച്ചെണ്ണ, തൈര്, കരിഞ്ചീരകം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് വേഗത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈക്ക് കടുംചായ ഒന്നും വേണ്ട കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി റിസൾട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു 3 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മുടിയിൽ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ കാപ്പിപ്പൊടി എടുക്കുന്നത് കേട്ടോ. ഇതിനായിട്ടൊക്കെ ഈ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് വേണേലും എടുക്കാം കേട്ടോ. പെട്ടെന്ന് നരയൊക്കെ മാറാനും കളർ കിട്ടാനും ഒക്കെ നമുക്ക് കാപ്പിപ്പൊടി എപ്പോഴും നല്ലതാണ് കേട്ടോ. ആവശ്യത്തിന് കാപ്പിപ്പൊടി എടുത്തിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്യേണ്ടത് നമ്മൾ ഈ വെളിച്ചെണ്ണയായിട്ട് നമ്മുടെ ഈ കാപ്പിപ്പൊടിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സൊക്കെ ചെയ്തിട്ട് വരാം. നമ്മൾ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെന്ന പൗഡറാണ് വേണ്ടത്, ഇട്ട് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് നമുക്ക് മുടിക്ക് ആവശ്യത്തിന് നമുക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ച് നരയൊക്കെയല്ലേ ഉള്ളൂ, ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഹെന്ന പൗഡർ എടുത്തു. ഇനി നമുക്ക് എടുക്കേണ്ടത് കരിഞ്ജീരകമാണ്. ഞാൻ പറഞ്ഞല്ലോ കടുംചായ ഒന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് കരിഞ്ജീരകം കേട്ടോ. ഇങ്ങനെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച് നമുക്ക് ഇതുമാതിരിയുള്ള ഇത് വായിക്കുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചോളൂ. എന്നിട്ട് നന്നായിട്ടിട്ട് നമ്മൾ ഈ തൈരിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് തൈരൊക്കെ മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ വെച്ചേക്കണം. അതിനുശേഷം മാത്രം നമ്മൾ മുടിയിൽ ഇട്ട് കൊടുക്കണം. ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരട്ടെ. തൈരുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ മുടിയിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അളവൊന്നും നോക്കണ്ട. നമ്മുടെ ആവശ്യത്തിന് കരിഞ്ജീരകമൊക്കെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. മുടി നന്നായിട്ട് കറക്കാനും കരിഞ്ജീരകം നല്ലതാണ്. അപ്പോൾ നമുക്കിതൊരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് മുടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇതൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു കൂട്ടി വയ്ക്കണം കേട്ടോ. 3 മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം. അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ. എപ്പോഴും നമ്മൾ ഇതേപോലെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കി വെക്കാൻ നോക്കണം.
ഞാനിതും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക കേട്ടോ. നിങ്ങളെല്ലാം തിരികെ വന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഡൈ അങ്ങോട്ട് മുടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേമാതിരിയുള്ള നാച്ചുറൽ ഡൈകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തലേന്നേ നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എണ്ണ തേക്കാതെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ മുടിയിൽ ഡൈയൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചില കൂട്ടുകാർ ചോദിക്കും വെളിച്ചെണ്ണ നമ്മൾ തേക്കണോ? വേണ്ട കേട്ടോ. ഞാനിങ്ങനെയാണ് എണ്ണ തേക്കാതെയാണ് മുടിയിൽ ചെയ്യുന്നത്. അല്ലേ അതിനൊരു പ്രയോജനമുള്ള തലേന്ന് നമുക്ക് പിറ്റേന്നത്തേക്ക് ഇത് ചെയ്യണമെന്ന ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ മുടിയൊക്കെ സെറ്റാക്കി വെക്കണം. എണ്ണയില്ലാതെ നമുക്കിത് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും തേച്ച് കൊടുക്കുന്നത് ഡൈയൊക്കെ കേട്ടോ. ബ്രഷ് ഇരിപ്പുണ്ട്, പക്ഷേ കൈ കൊണ്ട് തന്നെയാണ് എനിക്കത് അങ്ങോട്ട് ശരിയായി വരത്തുള്ളൂ കേട്ടോ. അപ്പോഴത് നമ്മുടെ ചെയ്ത് വെച്ചേക്കുന്ന ആ ഡൈ നമുക്ക് പുരട്ടി കൊടുക്കാം. നമ്മൾ തൈരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ തലയ്ക്ക് നല്ലൊരു തണുപ്പൊക്കെയാണ്. ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഏത് തരം പായ്ക്കൾ നമ്മൾ ഇട്ടാലും തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണം. ഒരു ദിവസം കൊണ്ട് ഇട്ടത് കൊണ്ടൊന്നും നമുക്കൊരു മാറ്റം കിട്ടത്തില്ല കേട്ടോ. അതേപോലെ നര വരാനായിട്ട് കാത്തിരിക്കുകയും ചെയ്യരുത്. തുടർച്ചയായിട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. അപ്പോൾ അനുഭവസ്ഥർ പറയുമ്പം വിശ്വാസമാവല്ലോ. പിന്നെ ഇതൊക്കെ നമ്മൾ നേരിട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് പേർക്കൊക്കെ വിശ്വാസവും വരും അല്ലേ. അപ്പോൾ ഫുള്ള് ഞാൻ പുരട്ടിയിട്ടേ കാണിക്കുന്നത്. എൻ്റെ ഈ ഫ്രണ്ടിലൊക്കെയാണ് നന്നായിട്ട് നര വന്നിരിക്കുന്നത്. കുരുത്തം കെട്ട നരയുടെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. അപ്പോൾ ഇനിയിപ്പം കടിഞ്ചായയും നീലയമരിയും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഡൈയൊക്കെ പുരട്ടി മുടിയൊക്കെ കറുപ്പിക്കാം കേട്ടോ. നാച്ചുറലായതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും നമുക്കെന്നല്ല, നമ്മുടെ മുടിക്കും തലയ്ക്കും ഒന്നും അപ്പോൾ നരയുള്ള ഭാഗത്തെല്ലാം നമ്മളിങ്ങനെ ബാക്കിലോട്ടൊക്കെ നമുക്കൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് കുശുമ്പം പാർട്ടികളാണ് എല്ലാവരും നര അവിടെ ഇരിക്കട്ടെ എന്നാണ് അവരൊക്കെ പറയുന്നത്. പ്രായമായില്ലേ, ഇനിയിപ്പോൾ നര വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നമുക്കൊരു സമാധാനക്കേട് അല്ലേ. അപ്പോൾ ഈ കെമിക്കൽ ഡൈയൊക്കെ വാങ്ങിച്ച് പുരട്ടാതെ വീട്ടിലുള്ള ഈ സംഭവങ്ങളും കൊണ്ട് ഡൈയൊക്കെ ചെയ്ത് നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് കറുപ്പിക്കാം കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതേമാതിരിയുള്ള പായ്ക്കളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. മുടിയുടെ ആ നരയുള്ള ഭാഗത്തും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലൊക്കെയാണ് എല്ലാവർക്കും ഈ നര വരുന്നതല്ലേ. ഞാനിങ്ങനെ ചെയ്യുന്നു എന്നും പറഞ്ഞ് നിങ്ങളത് ബ്രഷ് ഇട്ട് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ബ്രഷ് ഇവിടെ ഇരിപ്പുണ്ട്. എന്നാലും എനിക്കിതാണ് കേട്ടോ അങ്ങോട്ട് എല്ലായിടത്തും പറ്റുന്നത്, മുടിയിലെ എല്ലാ ഭാഗത്തോട്ടും പറ്റുന്നത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ബ്രഷ് ചെയ്താൽ. ഇച്ചിരി ഒന്ന് കളറൊക്കെ ആവും, അത് സാരമില്ല കേട്ടോ, അത് സാരമില്ല. മെല്ലെ നമുക്കിത് തലേന്ന് ചെയ്ത് വയ്ക്കാം കേട്ടോ. തലേന്ന് ചെയ്ത് വെച്ച് രാവിലെ ആയാലും നമുക്കിത് പുരട്ടാം. ഇതിപ്പം ഞാൻ രാവിലെ ഞാൻ ചെയ്ത് വെച്ചത് കേട്ടോ. അന്നേരം ഒരു 3-4 നമ്മൾ കുളിക്കാറാകുമ്പോഴത്തേനും നമുക്കിത് ആയി കിട്ടും കേട്ടോ. അപ്പോഴാ പുരട്ടിയിട്ട് പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ പിന്നെ പോയി ഞങ്ങൾ തല കഴുകിയാൽ മതി കേട്ടോ. നല്ല തണുത്ത വെള്ളം കൊണ്ട്. പിന്നെ ഷാമ്പു ഒന്നും ഇടാൻ നോക്കരുത്. അപ്പോഴേ എന്നും പറയുന്നത് പോലെ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ തുടർച്ചയായിട്ട് ഇട്ടോളൂ കേട്ടോ. ഞാനേ ഇടഭാഗത്തൊക്കെ ഒന്ന് ഇട്ടോട്ടെ. മുടിയുടെ ഒത്തിരി നേരമാകും, അല്ലെങ്കിൽ ഈ ഇടഭാഗത്തൊക്കെ നമുക്ക് ഇടണമല്ലോ. അതെല്ലാം ഒന്ന് ഇട്ടിട്ട് ഞാൻ വരാം. അപ്പോൾ
ചില കൂട്ടുകാർ ചോദിക്കും, പിന്നെ മുടി നമ്മൾ ഈ ഇതേപോലെയുള്ള ഡൈയൊക്കെ ചെയ്തിട്ടും കഴുകി കളഞ്ഞാലും മുടി എന്താ ചകിരിനാര്, പക്ഷേ അതൊക്കെ നമ്മുടെ മുടിക്ക് നല്ല ബലം കിട്ടും കേട്ടോ, നല്ലൊരു തിക്ക് ഹെയറായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഈ ഒരു ഇതേമാതിരിയുള്ള നാച്ചുറൽ ഡൈയൊക്കെ ചെയ്യുമ്പം നമുക്കത് നല്ല തിക്ക് ഹെയറായിട്ട് തോന്നും കേട്ടോ. അത് സത്യം തന്നെയാണ്. അതൊന്നും പേടിക്കേണ്ട കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. അതങ്ങനെ ഇരിക്കും. നമ്മൾ സാധാ വെള്ളത്തിലല്ലേ, പിന്നെ നമ്മൾ ഷാമ്പൂ ഇട്ടൊന്നുമല്ല കഴുകുന്നത്, സാധാ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കഴുകുന്നത്. അപ്പോഴതിലെല്ലാം ചില നമ്മൾ ഇതേമാതിരിയുള്ള നാച്ചുറലായിട്ടുള്ള ഡൈ നമ്മൾ തേക്കുമ്പോൾ എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില ഇതേമാതിരിയുള്ള ഡൈയൊക്കെ ചെയ്ത് കഴുകി കളയുമ്പോൾ നമ്മുടെ മുടിക്ക് എന്താ ഒരു സത്യം വെച്ച് ഒരു കട്ടി കൂടുതൽ പോലെ നമുക്ക് തോന്നും കേട്ടോ. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലക്കങ്ങ് സംശയമാണ്, മുടി പന്നലാവോ, അങ്ങനെ പോവോ ഇങ്ങനെ പോവോ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ചേർത്തേക്കുന്ന സംഭവങ്ങളൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്ത സംഭവങ്ങളല്ലേ, അല്ലേ, നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ ഇട്ട് മുടി നന്നായിട്ട് അത് കറുപ്പിക്കാൻ നോക്കിക്കും, നല്ല കളറായിട്ട് വരും കേട്ടോ. എൻ്റെ മുടി ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഒക്കെ എൻ്റെ മുടിയും വെളുത്തിരുന്നേടെ. ഇപ്പോൾ ഒരു നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ മുടിക്ക് തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴിങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇങ്ങനെ കെട്ടി വയ്ക്കണം. കെട്ടി വെച്ചിട്ട് പിന്നെ പോയി കഴിയും കേട്ടോ. അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് എന്ത് ജോലികൾ വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ അടുക്കളപ്പണിയുണ്ട്, രാവിലത്തെ അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞു. എന്ത് വേണമെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കവറുണ്ടല്ലോ, നമ്മൾ ഇതേമാതിരിയൊക്കെ ഡൈയൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു കവറൊക്കെ ഇട്ടാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോഴും ഞാൻ കൈ കൊണ്ടാണ് ചെയ്തേക്കുന്നത് എന്നും പറഞ്ഞ് നിങ്ങൾ കൈ കൊണ്ട് ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ ബ്രഷ് ഇട്ടോ. എനിക്ക് സുപ്പ് എപ്പോഴും കൈ കൊണ്ടാണ്. ബ്രഷ് എനിക്ക് അത്ര വശമില്ല കേട്ടോ. അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ നമ്മൾ പറയണമല്ലോ കേട്ടോ. കൈ കൊണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇച്ചി ചുമക്കും, സാരമില്ല, നിൻ്റെ കൈയല്ലേ. വല്ലവരും വിചാരിക്കും ഇന്നലെ തിരുവാതിര കളിക്ക് പോയിട്ട് വന്നതായിരിക്കും എന്ന് വിചാരിക്കും. ഇപ്പോഴാണ് കഴിയും, ഒരു കുഴപ്പമില്ല അല്ലേ. തിരുവാതിരയ്ക്ക് പോയിട്ട് വന്നതായിരിക്കും എന്ന് വിചാരിക്കും, സാരമില്ല. അപ്പോഴേ നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഡൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം, സുപ്പുവിനെ അറിയിക്കണം കേട്ടോ. ഞാനും ഇത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ നമുക്ക് ഡൈയൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ കറുപ്പിക്കാം കേട്ടോ. കറക്കുന്നതോടുകൂടി ചിലർക്ക് മുടി നന്നായിട്ട് കിളിർക്കുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കാപ്പിപ്പൊടിയും തൈരും ഒക്കെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. സുപ്പിൻ്റെ പിന്നെ പതിയെ മടി പിടിച്ച ഒരു മുടിയാണ് കേട്ടോ. അത് പതിയെയൊക്കെ കിളിച്ച് വരത്തുള്ളൂ. ആവുന്നത് പോലൊക്കെ വരട്ടെ. എനിക്ക് അങ്ങ് തറയിൽ കിടന്ന് എഴയണമെന്നൊന്നും ആഗ്രഹമില്ല. ഇത്രയും മുടിയാണെങ്കിലും അത് വെച്ച് മൂടായിട്ട് എന്താ വെച്ച് കട്ടിയായിട്ടൊക്കെ വേണമെന്നുള്ളത്, ഉള്ളത് പൊഴിഞ്ഞു പോകാതെ ഇരിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ, എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോഴും കടുംചായ ഇല്ലാതെ നമ്മൾ ഡൈയൊക്കെ തയ്യാറാക്കി നമ്മുടെ മുടിയിലൊക്കെ ഇട്ട് കൊടുത്തു. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക, അതേ ഉള്ളൂ കേട്ടോ. എളുപ്പ പണിയല്ലേ. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ ഒത്തിരി സമയം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ നല്ലൊരു ഡൈയോ ടിപ്പോ ഒക്കെ ആയിട്ട് സുപ്പ് വരുന്നതായിരിക്കും കേട്ടോ.